ഹായ് നമസ്കാരം. വോയിസ് ഓഫ് മുജീബിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ മത്സരത്തിൽ ഇന്ത്യക്കെതിരെ അഫ്ഗാനിസ്ഥാന് 4 റൺസിന്റെ വിജയം. ശ്രീലങ്കയുടെയും ഇന്ത്യയുടെയും അഫ്ഗാനിസ്ഥാൻ്റെയും ടീമുകൾ പങ്കെടുക്കുന്ന ടൂർണമെൻറ്റിലാണ് ഇന്നത്തെ മത്സരത്തിൽ അഫ്ഗാനിസ്ഥാനെതിരെ ഇന്ത്യക്ക് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നിരിക്കുന്നത്. പലതവണ മഴ കളി തടസ്സപ്പെടുത്തിയ മത്സരത്തിലാണ് മഴ നിയമപ്രകാരം അഫ്ഗാനിസ്ഥാൻ 4 റൺസിന്റെ വിജയം നേടിയെടുക്കുന്നത്. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിങ്ങിന് അയക്കപ്പെട്ട ഇന്ത്യ സൂര്യവംശിയുടെയും പ്രഭുസിമ്രാൻ സിംഗിൻ്റെയും കരുത്തുറ്റ ബാറ്റിങ്ങിൽ വലിയ സ്കോറിലേക്ക് തന്നെയാണ് മുന്നേറിയത്. ഇരു ഓപ്പണർമാരും ഒന്നിനൊന്ന് മികവുറ്റ രീതിയിൽ വെടിക്കെട്ട് ബാറ്റിംഗ് പ്രകടനം തന്നെയാണ് ഇന്ത്യക്ക് വേണ്ടി കാഴ്ചവെച്ചത്. വൈഭവ് സൂര്യവംശി നേരിട്ട് 22 പന്തുകളിൽ നിന്ന് നേടിയത് 44 റൺസായിരുന്നു. ഒരു T20 സ്റ്റൈലിലായിരുന്നു സൂര്യവംശിയുടെ ബാറ്റിംഗ്. പക്ഷേ 22 പന്തുകൾ നേരിട്ട് 44 റൺസ് നേടിയെടുത്ത സൂര്യവംശി അതിൽ ഒരൊറ്റ സിക്സ് പോലും നേടിയില്ല എന്നുള്ളത് വളരെ കൗതുകകരമായ കാര്യമായി തന്നെ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. 9 ഫോറുകളാണ് ആ ഇന്നിങ്സിൽ നേടിയത്. IPL ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ സിക്സ് നേടുന്ന താരമായി മാറിയ സൂര്യവംശിക്ക് ഇന്നത്തെ മത്സരത്തിൽ ഒരു സിക്സ് പോലും നേടാനായില്ല എന്നുള്ളത് അത്ഭുതത്തോടെ തന്നെയാണ് ക്രിക്കറ്റ് ലോകം നോക്കിക്കാണുന്നത്. ആദ്യ മത്സരത്തിൽ സൂര്യവംശി 14 റൺസിന് പുറത്തായിരുന്നു. പക്ഷേ അന്ന് ശ്രീലങ്കയ്ക്കെതിരെ ഇന്ത്യ 8 റൺസിന് വിജയിച്ചിരുന്നു. ഈ 3 ടീമുകൾ തമ്മിൽ ഈ 2 മത്സരങ്ങളാണ് നടക്കാനിരിക്കുന്നത്. ഇന്ത്യക്ക് 2 മത്സരങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. 2 പോയിന്റ് മാത്രമാണുള്ളത്. 2ാം സ്ഥാനത്താണ്. ഒരു മത്സരം മാത്രം കളിച്ച അഫ്ഗാനിസ്ഥാൻ വിജയത്തോടെ 1ാം സ്ഥാനത്താണ്. ശ്രീലങ്ക നിലവിൽ ഒരു മത്സരം മാത്രമാണ് കളിച്ചത്. പോയിന്റുകളൊന്നും നേടാനായിട്ടില്ല. പ്രഭുസിമ്രാൻ സിംഗ് 69 പന്തുകൾ നേരിട്ട് 84 റൺസാണ് എടുത്തത്. 14 ഫോറുകൾ അടങ്ങുന്നതായിരുന്നു ആ ഇന്നിങ്സ്. പിന്നീട് മധ്യനിരയിൽ ക്യാപ്റ്റനും വൈസ് ക്യാപ്റ്റനും നല്ലൊരു പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത്. ഇരുവരും 66 റൺസ് വീതം നേടിയെടുത്തു. അവസാനത്തിൽ സൂര്യാൻഷ് ഷഡ്ജയും അങ്കുൽ റോയും ഒരു ഇടിവെട്ട് ബാറ്റിംഗ് പ്രകടനം നടത്തി. 27 പന്തിൽ 40 റൺസാണ് ഷഡ്ജ നേടിയെടുത്തത്. അങ്കുൽ റോയ് നേടിയെടുത്തത് 6 പന്തിൽ 18. ഇരുവരുടെയും ആ വെടിക്കെട്ടിൻ്റെ മികവിൽ ഇന്ത്യ 49 ഓവറിൽ നേടിയെടുത്തത് 349 റൺസായിരുന്നു. പിന്നീട് മഴ മൂലം അഫ്ഗാനിസ്ഥാന് വിജയലക്ഷ്യം പുതുക്കി നിശ്ചയിക്കുന്നു. 38 ഓവറുകളിൽ 295 റൺസാണ് നേടേണ്ടിയിരുന്നത്. എന്നാൽ വീണ്ടും മഴ കളി തടസ്സപ്പെടുത്തുന്ന കാഴ്ചയാണ് കണ്ടത്. 25.5 ഓവറിൽ നിൽക്കുമ്പോൾ ശക്തമായ മഴയെ തുടർന്ന് കളി പൂർണ്ണമായി നിർത്തിവെക്കേണ്ടി വന്നു. അന്നേരം അഫ്ഗാനിസ്ഥാൻ 2 വിക്കറ്റ് നഷ്ടത്തിൽ 177 റൺസായിരുന്നു നേടിയിരുന്നത്. DLS നിയമപ്രകാരം അഫ്ഗാനിസ്ഥാൻ അപ്പോൾ 3 റൺസിന് മുന്നിട്ട് നിൽക്കുന്ന സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ വെച്ച് കളി നിർത്തേണ്ടി വന്നപ്പോൾ അഫ്ഗാനിസ്ഥാനെ വിജയികളായി പ്രഖ്യാപിക്കുകയായിരുന്നു. 2 സിക്സും 6 ഫോറും അടക്കം 70 പന്തിൽ 75 റൺസുമായി പുറത്താകാതെ നിന്ന ഇമ്രാൻ മീർ തന്നെയാണ് മത്സരത്തിലെ താരമായി തെരഞ്ഞെടുക്കപ്പെട്ടതും. ക്യാപ്റ്റൻ മുന്നിൽ നിന്ന് പട നയിച്ച മത്സരം എന്ന് പറയേണ്ടിയിരിക്കുന്നു. ക്യാപ്റ്റനോടുകൂടെ 52 പന്തിൽ 51 റൺസ് എടുത്ത് ബാഹിർ ഷായും പുറത്താകാതെ നിന്നു. ഈ 25 ഓവറുകൾക്കിടയിൽ ഇന്ത്യൻ ബൗളർമാർക്ക് 2 വിക്കറ്റുകൾ മാത്രമാണ് നേടിയെടുക്കാൻ കഴിഞ്ഞത്. അഫ്ഗാനിസ്ഥാൻ്റെ ബൗളിങ്ങിൽ അബ്ദുള്ള അഹമ്മദ് സായ് 5 വിക്കറ്റുകളാണ് നേടിയെടുത്തത്. ഫർമാനുള്ള സഫി 3 വിക്കറ്റുകൾ നേടിയെടുത്തെങ്കിലും 85 റൺസ് വിട്ടുകൊടുത്തിരുന്നു. സൂര്യവംശി തിളങ്ങിയിട്ടും ഇന്ത്യക്ക് ജയിക്കാൻ കഴിയാതെ പോയൊരു മത്സരമായിരുന്നു ഇന്ന് നടന്നത്. പുതിയ ക്രിക്കറ്റ് വിശേഷങ്ങളുമായി നിങ്ങളിലേക്ക് വീണ്ടും എത്തും. നിങ്ങളുടെ സ്വന്തം വോയിസ് ഓഫ് മുജീബ്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക.